അല്ല മോനെ, ഇതെന്താ അറിയിക്കാതെ വന്നത്? ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബസ്മതി മരുന്ന് കളത്തി കൊടുക്കണമെന്ന് ആരാടാ പറഞ്ഞേ? ആരതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നീ പറയത്തില്ലെന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണം എനിക്കറിയടാ. എന്റെ അമ്മയെ കൊന്നവനെ ഞാൻ വെറുതെ വിടലടാ. ഇങ്ങോട്ടോ എന്തിനാണ് അങ്ങനെ ചെയ്തേ? മോനെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് അറിയില്ല. ആരാടാ ചെയ്യാൻ പറഞ്ഞേ? എനിക്കറിയില്ല. നിന്നെ കൊല്ലാതെ പെടുത്തില്ല പറഞ്ഞില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുക. താൻ കാണിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ എങ്ങനെയാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറയിപ്പിക്കാം. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഞാൻ പറയട്ടെ. ഇതുകൊണ്ടല്ലേ നീ നാട്ടിലെ ജനങ്ങളെ കൊന്നേ? പറഞ്ഞേക്കാം. MLA ഒരു ദിവസം വരാൻ പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാനും പോയി. പൂജാരി, ഇവിടെ ഇരുന്നോളൂ, സാർ ഇപ്പൊ വരും. പൂജാരി, സാർ വന്നു. വന്നതിന് എണീറ്റ് നിന്നില്ലെങ്കിൽ എന്താ ഇപ്പോഴാണോ വന്നേ? അതെ. ഇരിക്കേ. സാറില്ല. ഇരിക്കുന്നേ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളെ കുറിച്ച് എന്തു പറയാനാ? എന്നും പോലെ തന്നെ ഇന്നും കിട്ടുന്നത് കഴിച്ചുകൊണ്ട് തട്ടിയും മുട്ടിയും എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. എന്തെങ്ങനെ കഷ്ടങ്ങളൊക്കെ പറയുന്ന പൂജാരി? ആരുടെ ജീവിതം എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഭാഗ്യം കഥക് തട്ടുമ്പോൾ ആന്ന് നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചോണം. മനസ്സിലായില്ല. എല്ലാം എനിക്ക് അറിയാം പൂജാരി. ഇപ്പം ചിന്തിച്ച് നോക്കിയാലൊരു ജീവിതം, ആ ജീവിതം നീ ജീവിച്ച് നോക്കിയിട്ടുണ്ടോ? നീ പണത്തെയാണ് നോക്കിയത്, ഞാൻ നിന്നെ നോക്കി. വിചാരിച്ച പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ആഗ്രഹിച്ചത് സ്വപ്നം കണ്ട് ജീവിക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. പൂജാരി, നിനക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പേര് സ്വാമിനാഥൻ. മൊട്ടയടിച്ച് കാതു കുത്തി അമ്പലത്തിൽ എനിക്ക് പേര് വെച്ചത്. നാട്ടിലുള്ളവർ ആരെങ്കിലും എന്നെ സ്വാമിനാഥൻ എന്ന് വിളിക്കാറുണ്ടോ? സാമി എന്നല്ലേ വിളിക്കുന്നത്. ആ സ്വാമി നിനക്ക് ചെയ്യാത്തത് ഈ ഞാൻ സ്വാമി നിനക്ക് ചെയ്യും. ശരവണ, ആ കാശ് എടുത്തോണ്ട് വാ. അത് പിന്നെ പിടിക്കേ, ചിന്തിക്കണ്ട, പിടിക്കേ. പൂജാരി, പണം എന്തിനാ തന്നേ? എന്തിനാ നീ വാങ്ങിച്ചത്? മനസ്സിലായില്ല അല്ലേ? അതെ സാറേ. പറയാം, ഒക്കെ സ്വാർത്ഥത തന്നെ. ഓരോരുത്തരുടെ ജീവിതവും സ്വാർത്ഥതയിൽ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഉത്സവത്തിന്റെ അന്ന് നാട്ടുകാരെയൊക്കെ പറഞ്ഞേക്കുന്നതിനെ കുറിച്ച് ഞാനും MLA PAയും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇങ്ങോട്ട് നോക്ക് പൂജാരി, ചെറിയൊരു തെറ്റ് പറ്റിയാലും നിങ്ങളെ കൊന്നിട്ട് വേറെ ആരെങ്കിലും വെച്ച് കാര്യം നടത്തും. ഞാനിവിടെ ഇരിക്കുന്നതിനെ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാൻ വേണ്ടിയാ. സരവണ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഈ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടുന്ന് ഓരോരുത്തനായി പറഞ്ഞേക്കുന്നത് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേ നിനക്ക് എന്നെ കുറിച്ച് അറിയൂ. അല്ല മുത്തു, ഇരിക്കേ, മദ്യം കഴിക്കാം. സരവണ, മുത്തുനൊരു ഗ്ലാസ് ഒഴിക്കേ. ആരവൻ ഇവന്റെ ഒപ്പം ചേർന്ന് നാട് കാര്യമാക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന എന്ത് ചതിപ്പണിയാടാ കാണിക്കാൻ നിൽക്കുന്നത് നിങ്ങള്? ഈ നാട്ടുകാർ മുഴുവൻ നീ പറയുന്നതാ വിശ്വസിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ നീ എന്താന്ന് വെച്ചാ ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ നോക്കുക. വിടത്തിലടാ ഞാൻ നിന്നെ. ഇങ്ങോട്ട് നോക്കടോ, പൂജാരി പറയുന്ന കേക്ക്. പൈസ എത്ര വേണം ഞാൻ മേടിച്ചു തരാം. പൈസക്ക് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടോ സത്യവാ. പക്ഷെ ഈ നാണം കെട്ടവനെ പോലെ പൈസക്ക് വേണ്ടി ഇമാരി പണി ചെയ്യില്ല ഞാൻ. സാമ്യാന്ന് വിചാരിച്ച് തല കുനിച്ച് കാണിക്കുമ്പോ
അത് അറുക്കാൻ നോക്കുവാ. വിടത്തിലടാ കളവാ ഞാൻ. നിന്നെ നാട് വേണമെങ്കിൽ നല്ലതായിട്ട് കരുതും. നീ ആരാ ഞാൻ ഈ നാടിന് കാണിച്ചു കൊടുക്കാം. വാടാ വാടാ അങ്ങോട്ട്. നാട്ടിലെ ജനങ്ങളെ നിനക്ക് അത്ര ചീപ്പായല്ലടാ. ജീവൻ തന്നെ എളുപ്പമായല്ലടാ നിനക്ക്. നിന്നെ ഞാൻ നോക്കടാ. ആരുടെ ദേഹം നീ കയ്യോച്ചേ ഗടിച്ചു നോക്കി പറഞ്ഞ് നിങ്ങൾ തരുന്ന 5ഉം 10ഉം വാങ്ങിച്ച് അവസാനം വരെ പിച്ചക്കാരൻ ജീവിക്കാൻ പറയണോ? വരുന്ന മഹാലക്ഷ്മിയെ എങ്ങനെയാ വിടുക? നാട്ടുകാര് ദൈവത്തെ പേടിക്കോ ഇല്ലയോ, പ്രേതത്തെ പേടിക്കും. അതുകൊണ്ട് മരിച്ചുപോയ മുത്തു പ്രേതം പോലെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് നാട്ടുകാരെ ഞാൻ തന്നെ ബോധിപ്പിച്ചു. നാട്ടുകാരും പേടിക്കാൻ തുടങ്ങി. മുത്തു പ്രേതമായെന്ന് നാട്ടുകാരുടെ ഇടയിൽ ഒരു സംസാരമായി. ഒന്നും കൂടി പേടിപ്പിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ വരുത്തിച്ചു. അവളെ ഞാൻ മുത്തുവിൻ്റെ വീട്ടിലേക്ക് പ്രേതമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞയച്ചു. മുത്തുവിൻ്റെ ആത്മാവ് അവളുടെ ഉള്ളിലുണ്ടെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചു. ആ പ്രേതത്തെ ഓടിക്കാൻ വേണ്ടി MLA ഒരു കള്ളനായ നമ്പൂതിരിയെ പറഞ്ഞയച്ചു. ആ നമ്പൂതിരി പറഞ്ഞിട്ട് പോയതിന് ശേഷവും ഈ നാട് വിട്ട് ആരും പുറത്തേക്ക് പോകുന്നില്ല. അപ്പോഴാണ് MLA എന്നെ ഒരിക്കൽ കൂടി വരാൻ പറഞ്ഞത്. സാറേ നമസ്കാരം. അതെ, പ്രേതമുണ്ടെന്ന് വിശ്വസിപ്പിച്ചു. എല്ലാവർക്കും നല്ല പേടിയുണ്ട്. പക്ഷെ ആരും ഈ നാട് വിട്ട് പോകുന്നില്ല. പ്രേതം പിശാചെന്ന് പറഞ്ഞ ആരും നാട് വിട്ടു പോവില്ല. അതെ, മരണം ഭയപ്പെടുത്തിയാൽ എല്ലാവരും ഓടിയേക്കും. ഇത് ഭസ്മത്തിൽ കലക്കി കൊടുത്തേക്കും. അദ്ദേഹം തന്ന മരുന്ന് ഭസ്മത്തിൽ കലർത്തി നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഓരോരാളായി മരിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൽ നിന്റെ അമ്മ മാത്രം രക്ഷപ്പെട്ടു. ഈ മരുന്നിനെ കുറിച്ച് നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് MLA പറഞ്ഞ് നിന്റെ അമ്മയെ ഞാൻ കൊന്നു. അവരെന്തിനാണോ ഈ നാട്ടുകാരൊക്കെ ഓടിക്കാൻ ശ്രമിച്ചത്? പറയാൻ നിന്റെ പിന്നിൽ എത്ര പേരുണ്ടാ പറയടാ. MLA മാത്രമേ അറിയൂ. പക്ഷേ അദ്ദേഹത്തിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലും. അതെ, നാട്ടിൽ നിന്ന് എല്ലാവരെയും ഓടിക്കുക, അത് എനിക്കറിയൂ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. നാട്ടുകാരെ ഒഴിപ്പിച്ചാലേ സത്യം എന്താണെന്ന് അറിയത്തുള്ളൂ. ഓ, നാട്ടുകാരെ ഒഴിപ്പിച്ചാലേ സത്യം മനസ്സിലാവുള്ളൂ. അപ്പൊ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. Pusari? ഇതാണ് നമ്മുടെ പൂജാരി. Pusari, come on, welcome man, come on man, come on. You're looking so nervous. What happened for you? Hey, come on, chill. What happened, man? Morning? I gave you morning. Don't worry. Hey, bring the morning. Pusari, you have done a good job. So don't worry about the money. I'll give it to you, okay? Congratulations, Pusari. You're gonna be a rich man. Come on, take it. Come on, Pusari, take it. Don't hesitate, Pusari. Come on. It's your money. Hey, who's that? Hey, you. Check that guy. ആരാ അത്? Get in, faster. Who's that guy? Something wrong. What? Hey, Pusari, you said no one is in the village, but who is that? What's happening?
Kusari, I believed you, but you have cheated me. I'm gonna kill you. Bloody, gonna jump now. അടിച്ച് കൊല്ലണമാരെ. ഞങ്ങളെ നശിപ്പിച്ചിട്ട് ഈ മണ്ണിൽ നിന്ന് എടുത്തിട്ട് പോകാൻ മാത്രം എന്താണ് ഇവിടെ ഉള്ളത്? പറയണ പറയാനാ പറഞ്ഞത്. ഞങ്ങളൊരു ഇന്റർനാഷണൽ മാഫിയ ടീമാണ്. ഞങ്ങളെ ഇതുപോലുള്ള പല നാടുകൾ നശിപ്പിക്കാനായിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സാറ്റലൈറ്റ് വിടുന്നത്. പക്ഷേ ഇപ്പോൾ വളരുന്ന നാട്ടിൽ നിന്നും നാച്ചുറൽ വളങ്ങളെല്ലാം എടുക്കുന്നതിന് വേണ്ടിയാണ് ഓരോരോ നാടും മത്സരിച്ചാണ് സാറ്റലൈറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നാട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് നിങ്ങളുടെ ഈ ഭംഗിയുള്ള വില്ലേജ്. നിങ്ങളുടെ വില്ലേജിൽ ഒരു ഭയങ്കരമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ആൾക്കാരെ വെച്ച് വെള്ളം ചെക്ക് ചെയ്യുന്നത് പോലെ അവിടെ അയച്ചുവിട്ട് അവിടുത്തെ കല്ലുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിപ്പോയി. കാരണം അതൊരു പവർഫുൾ ആയിട്ടുള്ള യുറേനിയാണ്. അതെടുക്കാൻ എത്ര കോടി ചെലവ് ചെയ്യാനായിട്ട് ആ നാട് തയ്യാറായിട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ അത് എടുക്കാനായിട്ട് അവിടെയുള്ള MLA ആദ്യമായി പോയി കണ്ടു. This village is our target, so we got to push the people out of the village and get it under our control. So we got some methods for that. First of all, we'll create some clashes and destroy their peace. And the next step is spread some dangerous virus to kill the people. Follow the steps to evacuate the people. So I want you to cooperate with us. You got it? MLA, and the advance money, 500 crores is in this briefcase. ഡോ നിർത്ത. നീ തന്ന കാശ് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാന്ന് വെച്ചാ കമ്പി എണ്ണാൻ വെക്കും തോന്നുന്നു. ഏതോ രണ്ടുപേരെ കൊല്ല, 2 വീട് തീ വെക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ നാട് മൊത്തം നശിപ്പിക്കാന്ന് പറഞ്ഞാ ഒരു രാഷ്ട്രീയക്കാരന് നല്ലതല്ല. ഇന്ന് നാട്ടിലുള്ളവരെല്ലാം ബുദ്ധിമാന്മാരാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ തെറ്റ് നടന്നാൽ നാട് ഒന്നിച്ച് ചേർന്ന് സ്ട്രൈക്ക് ആവും. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ഫോളോ ചെയ്യണമെങ്കിൽ ഈ നാട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും എടുക്കാൻ പറ്റില്ല. എന്റെ മുത്തശ്ശനെ പറ്റിച്ച് നിങ്ങൾ പോയ മാതിരി എന്നെ പറ്റിച്ചു പോകാന്ന് വിചാരിക്കുക. അക്കാലൊക്കെ മാറിപ്പോയാനിയാ. നീ പറഞ്ഞതൊക്കെ ഞാനിപ്പോ കേട്ടെന്ന് വെച്ചോ, പ്രസ് മീറ്റിംഗിൽ ഞാൻ കുടുങ്ങിപ്പോവും. ജനങ്ങളുടെ ബലം എന്താണ്, ബലഹീനത എന്താണ് എല്ലാം എനിക്കറിയാം. ഐ വിൽ ഡു, യു ഡോണ്ട് വെറി. ഡൻ. ചേട്ടാ, ഇവന്മാരെ ഇവിടത്തിനെ കൊന്നു മൂടിയേക്കാം. എന്നാലേ ഇവന്മാരെ പോലെ നമ്മുടെ നാട്ടിലോട് വരുന്ന എല്ലാവർക്കും ഒരു ഭയം വരുമോ? എടാ, ഈ മണ്ണ് ഞങ്ങളുടെ ജീവൻ ഒന്നാന്ന് കരുതി ജീവിക്കുന്നവരാ ഞങ്ങള്. നിന്റെയൊക്കെ ആവശ്യത്തിന് 5 ജീവനാണ് ഇല്ലാതാക്കിയത്.